പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം അടിയന്റെ ജീവിതത്തിൽ നൽകപ്പെട്ട നല്ല അവസരത്തിൽ ഓർത്തു ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ എന്റെ ചിന്താ വിഷയം കള്ളപ്രവചനത്തെ എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഇന്ന് ലോകത്തിനകത്ത് പല കള്ളപ്രവചനങ്ങളും ഒക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നാലെ കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സത്യത്തിന്റെ പ്രവചനം കേട്ടാൽ ആരും വിശ്വസിക്കുന്നില്ല. കള്ളപ്രവചനം കേട്ടാൽ അതിന്റെ പിന്നിൽ പോകാൻ ആളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് കള്ളപ്രവചനത്തിന്റെ മുമ്പിൽ ജനം തടിച്ചുകൂടുന്നു എന്ന് ചോദിച്ചാൽ, കള്ളപ്രവചനം ഒരിക്കലും ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കുന്നതല്ല, ജനത്തെ ആകർഷിക്കുന്ന ഒരു പ്രവചനമാണ് ഈ കള്ളപ്രവചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജനം അതിന്റെ പിന്നാലെ പോകുന്നത്. ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും എന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ചില ആലോചന നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിന് ആധാരമായിട്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അവർ ആടുകളുടെ വേഷം കൊണ്ട് കള്ളപ്രവാചകന്മാർ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നും സകലതിനെയും അപഹരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകലതിനെ നഷ്ടപ്പെടുത്തി കളയുന്നതിന് വേണ്ടി, സന്തോഷം സമാധാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർ കടന്നു വരികയാണ്. അവരുടെ പ്രവചനം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. അവരുടെ പ്രവചനം ജീവിതത്തിൽ ഒരു ഫലവും, ദൈവിക ഫലവും വെളിപ്പെടുന്നുമില്ല. അതുകൊണ്ട് ഈ കള്ളപ്രവചനത്തിന്റെ മുമ്പിൽ പലരും തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പലരുടെയും ജീവിതത്തിൽ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രവചനങ്ങളെ, ഈ കള്ളപ്രവചനങ്ങളെ എങ്ങനെ വിശ്വസിക്കുവാനായിട്ട് കഴിയും എന്ന് ചോദിച്ചാൽ, വ്യക്തമായി വേദപുസ്തകം പറയുന്നത്, ഈ പ്രവചനം മനുഷ്യരെ ആകർഷിക്കുവാൻ, മനുഷ്യരെ ആകർഷിക്കുന്നതിന് വേണ്ടി വെളിപ്പെടുന്ന ഒരു പ്രവചനമാണ് ഈ കള്ളപ്രവചനം എന്ന് പറയുന്നത്. എവിടെയാണോ മനുഷ്യരെ ആകർഷിക്കപ്പെടുന്ന വാക്കുകൾ വെളിപ്പെടുന്നുവോ, മനസ്സിലാക്കിക്കോ, അവിടെ വെളിപ്പെടുന്നത് പിശാചിന്റെ ആത്മാവാണ്, കള്ളപ്രവചനമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, 16-ാം അധ്യായം 7-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാമോ? പ്രൈസലോ. അപ്പോ അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരുടെ പ്രവചനത്തെ കണ്ടുപിടിക്കുവാനായി കഴിയും എന്ന് വ്യക്തമായ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഒരിക്കലും ദുരാത്മാവ് പ്രാപിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നല്ല വാക്ക് ഒരിക്കലും വെളിപ്പെടത്തില്ല. അഥവാ വെളിപ്പെട്ടാലും അതിന്റെ പിന്നിൽ ഒരു തന്ത്രമുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. പ്രൈസലോ. ഇന്ന് ചില വ്യക്തികൾ കാശ് കൊടുക്കുന്നത് പോലെ ആദ്യം കുറെ കാശ് തരാമെന്ന് പറയും, എന്നിട്ട് പതുക്കെ നമ്മിൽ നിന്നും പലതിനെയും അപഹരിക്കും. അങ്ങനെയുള്ള ഒരു തന്ത്രം ഇന്ന് ആത്മീയ ഗോളത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ ആരും മറന്നു പോകരുത്. ശക്തമായ നിലവാരങ്ങളിൽ കള്ളപ്രവചനം വെളിപ്പെടുന്നുണ്ട്. ക്രൈസ്തലോ. ഒരു ആത്മീയ ഗോളത്തിനകത്ത് മാത്രമല്ല, പല മേഖലയിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വെളിപ്പെടുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ ചിന്തിക്കണം. ഈ നാളുകളിൽ വ്യക്തമായി സൂക്ഷിക്കണം, വ്യക്തമായി ശ്രദ്ധയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കാരണം ഒത്തിരി കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രൈസലോ. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. പ്രൈസലോ. വളരെ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, എന്നെ ഭൂതങ്ങളെ പുറത്താക്കിയാലും പ്രവചനങ്ങൾ പറഞ്ഞാലും ഞാൻ അവരെ അറിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാത്ത ഒരു വ്യക്തിയെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവന്റെ ജീവിതത്തിൽ നിന്നും വെളിപ്പെടുന്നത്
കള്ളപ്രവചനമാണ് എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. പ്രൈസ് ദി ലോർഡ്. കഴിയുമെങ്കിൽ വൃതന്മാരെന്ന് പറഞ്ഞ ദൈവത്തിനു വേണ്ടി കറ മാലിന്യം ചുളുക്കം ഇല്ലാതെ വിശുദ്ധിയോട് ജീവിക്കുന്ന വ്യക്തികളെ പോലും തെറ്റിച്ചു കളയുവാൻ തക്കവണ്ണം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ അവിടെ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കാലിന് ഒരു പ്രയാസമുണ്ട്. ഈ കാലിന്റെ വിഷയത്തിൽ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു, വിടുതൽ വരുന്നില്ല? മറ്റുള്ളടുത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ, അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. വചനം പറയുന്നത് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലെ തെറ്റിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കാണിക്കും. അപ്പൊ വളരെ മനസ്സിലാക്കണം, അത്ഭുതങ്ങളും അടയാളങ്ങളും ആരിൽ നിന്ന് വരുന്നതല്ല, ക്രിസ്തുവിൽ നിന്നും മാത്രം വരുന്നതല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും. പിശാചിനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിയും എന്ന കാര്യം വ്യക്തമായി നാളുകളിൽ നമ്മൾ മറന്നുപോകരുത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, തൊഴുത്തിന്റെ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറി വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആട്ടിൻകൂട്ടത്തിന്റെ തൊഴുത്തിന്റെ വാതിൽ കൂടി വരാത്തവൻ എല്ലാം വേറെ വഴി വരുന്നവൻ കള്ളനാണ്. നിങ്ങൾ ചോദിക്കും, ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ദൈവ പൈതലിനെ തെരഞ്ഞെടുക്കേണ്ട രീതിയിൽ തെരഞ്ഞെടുക്കാൻ, പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ തയ്യാറാവാതെ, സ്വന്തം ലാഭത്തിനു വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ പലതിനെയും പറഞ്ഞ് വശീകരിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ വളരെ മനസ്സിലാക്കിക്കൂ, അതിനകത്ത് ദൈവമില്ല, ദുരാത്മാവാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്ന് വേദപുസ്തകം പറയുന്നു. കള്ളനും കവർച്ചക്കാരനും. പ്രൈസ് ദി ലോർഡ്. കള്ളൻ എന്ന് പറഞ്ഞ കള്ളം മാത്രമേ അത് പറയത്തുള്ളൂ. കവർച്ച എന്ന് പറഞ്ഞ നമ്മിലുള്ള സകലതിനെയും വശീകരിച്ച് നഷ്ടപ്പെടുത്തി കളയും, ഊറ്റിയെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഇന്ന് പല വ്യക്തികളും പല ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവദാസന്മാരെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ വാക്ക് കേട്ട പല ദൈവമക്കളുടെ കണ്ണുനീരുകളും ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അയ്യോ കർത്താവേ, അയ്യോ ദൈവമേ, ഇന്ന വ്യക്തി എന്നിൽ നിന്ന് 6 രൂപ പറ്റിച്ചുകൊണ്ട് പോയല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? അവരിൽ വെളിപ്പെടുന്നത് ദുരാത്മാവിന്റെ പ്രവൃത്തിയാ. ദുരാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ പിന്നെ എങ്ങനെയാ അവർക്ക് സത്യത്തിന്റെയും വിശ്വസ്തതയുടെയും ഒരു അന്തരീക്ഷത്തിൽ നടക്കുവാൻ കഴിയുക? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയരെ. അതുപോലെ ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നതായ പ്രവചന ശബ്ദങ്ങൾ എല്ലാം നല്ല പ്രവചന ശബ്ദമെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. അതുകൊണ്ട് അവനിൽ വെളിപ്പെടുന്നത് ദൈവികമല്ല, അവനിൽ വെളിപ്പെടുന്നത് വശീകരണത്തിന്റെ വാക്കുകളാണ്. വശീകരണത്തിന്റെ വാക്കുകൾ ഒരു വ്യക്തിയിൽ നിന്നും വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒത്തിരി അനുഗ്രഹത്തിന്റെ വാക്കുകളാലും വാഴ്ത്തത്വത്തിന്റെ വാക്കുകളും അവർ പറയും. പ്രൈസ് ദി ലോർഡ്. കാരണം അവരുടെ ലാഭങ്ങൾക്കു വേണ്ടിയാണ് അവർ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കളെ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് ശോധന ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പല വ്യക്തികളും ഈ ലോകത്തിനകത്ത് കള്ളപ്രവചനം ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് സകലതിനെയും ശോധന ചെയ്യണം. അത് അവന്റെ പ്രവാചകന്റെ പ്രവൃത്തി ശരിയാണോ?
ആ പ്രവചനത്തിൽ ദൈവത്തിന്റെ ശബ്ദമുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഈ നാളുകളിൽ നമ്മൾ തയ്യാറാകണമെന്ന് സ്വാമി വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്. അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നില്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്ന്, വഞ്ചനയുടെ ആത്മാവ് ഏത് എന്ന് ഇതിനാൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അവിടെ പറയുന്നത് അവർ ദൈവത്തിന്റെ വാക്ക് കേൾക്കത്തില്ല. ഏതെങ്കിലും 2-3 വചനങ്ങൾ എടുത്തു വെച്ച് ആമേൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ അവരുടേതായ ഉപദേശങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ലാത്തത് കൊണ്ട് അവർ ഒരു വാക്കും, ആരുടെ വാക്കുകളും അവർ അംഗീകരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വ്യക്തി എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുവാനിടയായി, ആമേൻ, എനിക്കാരെയും നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതിന്റെ അർത്ഥം ആമേൻ അവരിൽ ഭരിക്കുന്നത് ദൈവമല്ല, പറയുന്നത് അനുസരണത്തിന്റെ ആത്മാവാ. അനുസരണം എന്ന് പറഞ്ഞത് അടിമയല്ല കേട്ടോ. പലരും ആ ഒരു അനുഭവം ചിന്തിച്ചു വെച്ചിരിക്കുക, അനുസരണം എന്ന് പറഞ്ഞാൽ അടിമ. അനുസരണം എന്ന് പറഞ്ഞാൽ അടിമയല്ല. അനുസരിക്കുന്ന ഒരു സ്വഭാവം ഒരുവരുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുണ്ടാകുന്ന സ്വഭാവമാണ്. അപ്പൊ ദൈവത്തിന്റെ വാക്ക് കേൾക്കണമെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നുള്ളവനായി തീരണം. ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആകുന്നു, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തു ആകുന്നു എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ അവൻ കള്ളനാണ്, അവൻ എതിർ ക്രിസ്തുവാണ് എന്ന് വ്യക്തമായി വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഇതിൽ പരം എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവത്തെ ആരാധിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ മുമ്പിൽ ഒത്തിരി കള്ളപ്രവചനമുണ്ട്. അവർ എന്നോട് ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്, അതിൻ പ്രകാരം മുമ്പോട്ട് പോകാം എന്ന് പലരും ചിന്തിച്ചു ഓടി. പക്ഷേ അതൊക്കെയും പരാജയത്തിലേക്ക് ചെന്നെത്തുന്ന ഒത്തിരി വ്യക്തികളുടെ അനുഭവങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ നാളുകളിൽ കള്ളപ്രവചനത്തെ തിരിച്ചറിയണം പ്രിയരെ. വ്യക്തമായി വേദപുസ്തകം പറയുന്നു, കള്ളപ്രവചനത്തെ തിരിച്ചറിയണം, ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശോധന ചെയ്യാമെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയാകും എന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13:7 വായിക്കുമ്പോൾ, 2 പത്രോസ് 2:1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, എഗസ്കേൽ 13-ന്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 10:1, അങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ വായിക്കുമ്പോൾ കള്ളപ്രവചനത്തെ എങ്ങനെ തിരിച്ചറിയാം എന്ന് വ്യക്തമായി അവിടെ പറയപ്പെടുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ നാളുകൾ നമ്മുടെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരുന്ന കാമ്യപ്രവചനത്തെ നീ ഒന്ന് ശോധന ചെയ്തിട്ട് വേണം അതിന്റെ പിന്നെ പിന്തുടരുവാൻ, അതിനെ അനുസരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കള്ളപ്രവചനത്തിന്റെ പിന്നാലെ നീ പോയാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിനകത്ത് നന്മയുണ്ടാകത്തില്ല. അല്പദിവസം സന്തോഷമുണ്ടാകും, വീണ്ടും അത് വളരെ പ്രയോജനമുണ്ടാകും, വളരെ പ്രതികൂലങ്ങളിലേക്ക് ചെന്നെത്തുവാനായിട്ടിടയാകും. അതുകൊണ്ട് ഈ നാളുകൾ വളരെ ശ്രദ്ധിക്കണം പ്രിയരെ. വചനം പറയുന്നു, ശോധന ചെയ്യണം. അന്തിമ കാലഘട്ടമാണ്. ഈ അന്തിമ കാലഘട്ടത്തിനകത്ത് വെളിപ്പെടുവാൻ പിശാചിന്റെ പ്രവർത്തികൾ ശക്തമായ ലോകത്തിൽ ഉണ്ട്. അതൊക്കെയും തിരിച്ചറിയുവാൻ ഈ നാളുകൾ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ നേടിയെടുക്കുവാൻ, ചില നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ, നഷ്ടപ്പെടാത്ത വർദ്ധിക്കുന്ന ചിലതിനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരിക്കലും എന്റെ ദൈവം പ്രൈസ് ദി ലോർഡ് ഒരു ലോട്ടറി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. നിന്റെ കയ്യിൽ എന്തിരിക്കുന്നുവോ അതിനെ വർദ്ധിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആരോഗ്യമില്ലാതിരിക്കുന്ന നിന്റെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആരുടെ വാക്കിൽ നീ കുടുങ്ങിപ്പോകരുത്.
പ്രവചനം നിനക്ക് വേണ്ടി ശക്തമായി ജ്വലിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് ശോധന ചെയ്യണമെന്ന് ബൈബിളിൽ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ശോധന ചെയ്യുക. ഈ നാളുകൾ തിരിച്ചറിവുള്ള വ്യക്തികളായി നമ്മൾ ആയിത്തീരുവാൻ ശ്രമിക്കുക. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.